ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ റമദാൻ ഗ്രോസറി ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഒരു ദിവസത്തെ ലഞ്ചും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് റമദാനിലെ ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ഏതെല്ലാം വാങ്ങണം ഏതെല്ലാം വാങ്ങണ്ട എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് തന്നെയാണ്. അർജൻറ്റായിട്ട് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അത് ഓരോരുത്തരുടെയും നമ്മളെന്താണ് ഉണ്ടാക്കുന്നത്, എന്തെല്ലാം നമ്മളെ കയ്യിൽ ഇല്ലാത്തത് അതൊക്കെ നോക്കിയിട്ട് നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് അതെല്ലാം മാറ്റി ഇനി ഇല്ലാത്തത് എക്സ്ട്രാ വാങ്ങേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉള്ളൊരു ലിസ്റ്റാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് കേട്ടോ. അത് ഓരോ വീട്ടിലും ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. കാര്യം നമ്മൾ എന്താണോ റമദാനിലേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോരോ ഐറ്റംസ്. എക്സാമ്പിൾ ഇപ്പം നമ്മൾ ചോറ് രാവിലെ ചോറൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ, അതായത് പുലർച്ചെ ചോറൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഐറ്റംസാണ് വാങ്ങേണ്ടത്. ഇനി അല്ല സ്നാക്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തലേ ദിവസത്തെ അങ്ങനെ ഒറോട്ടി അങ്ങനെ കടികളില്ല ആ ഐറ്റംസ് ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും വാങ്ങേണ്ടത്. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെ ലിസ്റ്റും വ്യത്യാസമായിരിക്കും എന്തായാലും. എന്നാലും നമ്മൾ മൊത്തത്തിൽ വാങ്ങേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ തീർന്നിട്ടുള്ള നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന, അതായത് അരി, പച്ചരി, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനത്തെ എൻ്റെ ഒരു ലിസ്റ്റാണ് ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത്. പിന്നെ എന്താ പറയുക, നമുക്ക് റമദാൻ സ്പെഷ്യലാണല്ലോ, നമുക്ക് എല്ലാ മാസവും അതുപോലെ അല്ലല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാകും. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. എന്ന് മൊത്തത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ഓർഡർ ആക്കിയിട്ട് ഞാൻ ലിസ്റ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക്, മല്ലി, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഏകദേശം എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ടാവും. ഞാനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ അരിയാട്ടോ എഴുതിയിട്ടുള്ളത്. അതായത് നമ്മൾ ചോറ് വെക്കുന്ന അരി ഞാനൊരു 10 കിലോ എഴുതിയിട്ടുണ്ട്. പക്ഷേ ചോറ് ചിലർ റമദാനിൽ ചോറ് ഉണ്ടാക്കുകയില്ല കേട്ടോ. അപ്പോൾ അത്രയൊന്നും ആവശ്യം വരില്ല. ഇനിയിപ്പോൾ ചോറ് തന്നെയാണ് നിങ്ങൾ കഴിക്കുന്നത്, ചിലർ നോമ്പ് തുറക്കുമ്പോഴും കഴിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ എന്താണ് വേണ്ടത് അതിനനുസരിച്ച് സാധനങ്ങളെ ലിസ്റ്റ് ഇടുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു നോർമൽ ഒരു 4 ആളൊക്കെയുള്ള ഒരു അംഗത്തിന് വേണ്ടിയിട്ടുള്ളൊരു 10 കിലോ അരി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ സ്നാക്സും എല്ലാം ഉണ്ടാവുമല്ലോ, കടികളൊക്കെ വൈകുന്നേരം ഉണ്ടാവും. 10 കിലോ അരി എഴുതിയിട്ടുണ്ട്. പിന്നെ പച്ചരി 10+5 കേട്ടോ. കാര്യം 10 കിലോ ഞാൻ പൊടിക്കുന്നുണ്ട് പത്തിരിക്ക് വേണ്ടിയിട്ട്. പിന്നെ 5 കിലോ നമുക്ക് വെള്ളപ്പം, ദോശ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരില്ലേ. നമുക്കിത് മടുക്കുമ്പോൾ ചില വീടുകളിൽ എന്നും പത്തിരി വേണ്ടി വരും. എന്നാലും നമുക്ക് ഒരു മാറ്റങ്ങളൊക്കെ അപ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അരി ആട്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 5 കിലോ കൂടെ എഴുതുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എത്ര വേണം അതിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, ഫാമിലി മെമ്പേഴ്സ് ഉള്ളതിനനുസരിച്ച്. പിന്നെ അടുത്തത് നമ്മളെ ജീരകശാല അരി, കൈമ അരി കേട്ടോ. അതായത് നമ്മൾ ഗീ റൈസൊക്കെ എന്തായാലും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിന് 2 kg അല്ലെങ്കിൽ 3 kg ഒക്കെ വാങ്ങുക. അപ്പോൾ ഞാനിപ്പോൾ 3 kg എഴുതിയിട്ടുണ്ട്. പിന്നെ മന്തിയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു 2 കിലോ മന്തി റൈസ്. ഇതിൽ നമ്മൾ നോമ്പ് തുറ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് ആളുകൾ കൂടുതലുണ്ടാകും. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള ഐറ്റംസ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ഇതിൽ കയ്യിലുള്ളത് നോക്കിയിട്ട് എക്സ്ട്രാ വേണ്ടത് ആ ഒരു സമയത്ത് നമ്മൾ എന്തായാലും വാങ്ങുമല്ലോ നോമ്പ് തുറക്കെ ഉണ്ടാക്കുമ്പോൾ, ഫാമിലി ഇഫ്താറൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതാണ് പറഞ്ഞത്. അപ്പോൾ അതിപ്പോൾ നമ്മൾ കൂട്ടണ്ട കേട്ടോ. ഇപ്പം നമ്മൾ ഒരു മാസത്തേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ മന്തി റൈസ്, അതുപോലെ ഗീ അതായത് RKG, മിൽമ, അത് ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഒരു 500 ml. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ, ഇനി അതിനും കുറഞ്ഞ മതി 250 മതിയോ അങ്ങനെ എടുക്കാം. അടുത്തത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഞാനൊരു 5 കിലോ എഴുതുന്നുണ്ട്. എന്തായാലും വേണ്ടി വരും. 5 കിലോ നമുക്ക് മാത്രം വേണ്ട, നമ്മൾ ഇഫ്താറും അതൊക്കെ ഉണ്ടാവുമല്ലോ അതിലേക്കും എടുക്കാം. പിന്നെ ജ്യൂസ് അങ്ങനത്തെയൊക്കെ നമ്മൾ തരി ഉണ്ടാക്കും, ജ്യൂസ് അങ്ങനത്തെയൊക്കെ ആയിട്ട്. പിന്നെ പഞ്ചസാര ചെയ്യുന്നതിനനുസരിച്ച് ഒട്ടും യൂസ് ചെയ്യാത്ത ഫാമിലി ആണെങ്കിൽ ഒട്ടും വാങ്ങണ്ട. എന്നാലും ഗസ്റ്റൊക്കെ വരുമ്പോൾ 2 കിലോ അല്ലെങ്കിൽ 1 കിലോ ഒക്കെ വാങ്ങി വെക്കുക കേട്ടോ. അതൊക്കെ അതിനനുസരിച്ച് വാങ്ങാം. പിന്നെ ഉപ്പ് ഞാൻ കല്ലുപ്പും പൊടിയുപ്പും വാങ്ങുന്നുണ്ട്. അത് ഓരോരോ പാക്ക് വീതം കേട്ടോ. പിന്നെ മൈദ ഒരു 2 കിലോ വാങ്ങുന്നുണ്ട് കേട്ടോ തൽക്കാലം.
ചിലപ്പം ഒരു നോർമൽ ഒരു ഫാമിലിക്ക് അതന്നെ മതിയാവും കേട്ടോ. സാധാ നമ്മൾ നോമ്പ് തുറ അങ്ങനത്തെ ഒന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കടലപ്പൊടി ഒരു 500 വാങ്ങുന്നുണ്ട്, 1/2 കിലോ. പിന്നെ നമ്മൾ തരി കാച്ചുക, അതിനാണ്ടോ ഞാൻ റവ പറഞ്ഞ, ഓട്സ്, റവ, പിന്നെ റാഗി കാച്ച, അതൊക്കെ ഹെൽത്തി അല്ല. ഓട്സ് കാച്ച കുറച്ച് ലൂസായിട്ട് ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓട്സ്, റവ, റാഗിയൊക്കെ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ എടുക്കുന്നത്. അതൊക്കെ കുറഞ്ഞ അളവ് നമ്മൾ എത്രയാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച്. പിന്നെ വെളിച്ചെണ്ണ ഒരു 2 ലിറ്റർ, ഓയിൽ 2 ലിറ്റർ, മുളക്, മല്ലി, മഞ്ഞൾ അത് ഞാൻ പറഞ്ഞു. പിന്നെ ഗരം മസാല നമ്മൾ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന അതും ഞാൻ കാണിച്ചു തരാം. ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ വീഡിയോ സാധനം വാങ്ങുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ അത് എടുക്കണം. പിന്നെ സെപ്പറേറ്റ് ഏലം, ഗ്രാമ്പൂ, പട്ട അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. പിന്നെ ജീരകം, 2 ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, കടുക്, ഉലുവ, അങ്ങനത്തെയൊക്കെ. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ വാങ്ങിയാൽ നമുക്ക് നല്ല വെയിലാണ്, കഴുകിയിട്ട് ഉണക്കിയിട്ട് പൊടിക്കേണ്ടത് നമുക്ക് പൊടിച്ചിട്ട് വെക്കാം കേട്ടോ. അല്ലാത്തത് ബോട്ടിലിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ വരും വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കാം. പിന്നെ ഈ ചെറുപയർ, കടല അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഒരു അര വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വാങ്ങുക. ഞാനിപ്പോൾ അര വെച്ചിട്ട് അതൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ മീനും ബീഫും ചിക്കനും ഒക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് ഇങ്ങനത്തെയും കൂടെ വരില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് ഇല്ലാത്തവരാണെങ്കിൽ അത് പൊടിയാണെങ്കിൽ അത് വാങ്ങിക്കാം, മുഴുവനേ ഉള്ളതാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. പിന്നെ എക്സ്ട്രാ നമുക്ക് അച്ചാറൊക്കെ ഇടേണ്ടി വരില്ലേ, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരിയും അതുപോലെ തന്നെ അച്ചാർ പൗഡർ യൂസ് ചെയ്യുന്നവർ, ഞാൻ വാങ്ങലില്ല, യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അച്ചാർ പൗഡറും കൂടെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം കുറേ. പിന്നെ ശർക്കര ആവശ്യം ഉണ്ടെങ്കിൽ, റമദാനിൽ നമുക്ക് കുറവാണ് എന്നാലും ആവശ്യം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കുറഞ്ഞ അളവിൽ വാങ്ങി വെക്കാം. അപ്പോൾ കുറേയൊക്കെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ കവർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളെ വീട്ടിലുള്ള ഐറ്റംസ് ഇതിൽ വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങൾ പുളിയൊക്കെ നമുക്ക് മീനിലേക്കൊക്കെ വേണ്ടി വരുമല്ലോ, യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കും. അപ്പോൾ ഞാനൊരു ചെറിയൊരു അളവിൽ വാങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെയെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇന്ന് ലഞ്ച് ഉണ്ടാക്കാത്തതിന് കാരണം ഇന്നലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് രാത്രി വൈകി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷനും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഞാൻ കാബേജ് ഉപ്പേരിക്ക് അരിഞ്ഞു, കറിക്കുള്ളത് അരിഞ്ഞു, മീൻ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് കുക്ക് ചെയ്ത് എടുക്കേണ്ട കാര്യമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേഗം ആയി കിട്ടും കേട്ടോ. ഇന്നിപ്പോൾ എക്സ്ട്രാ അതിനൊരു സമയം എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാനത് എപ്പോഴും പറയില്ല, എനിക്ക് അല്ലാതെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ആ ഒരു നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ എൻ്റെ ലഞ്ചും അങ്ങ് ആക്കിയെടുക്കലുണ്ട് കേട്ടോ. അതാ പറഞ്ഞത്. ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് ലഞ്ചും കൂടെ ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മളെ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് വെച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പുറത്ത് പച്ചടിയായിട്ട് ഉണ്ടാക്കുന്നത്, നമ്മൾ വെള്ളരിക്ക പച്ചടിയില്ലേ, അപ്പോൾ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കഷ്ണങ്ങളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായത് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് കുക്കാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാബേജ്, അതിലേക്ക് ഞാൻ പച്ചമുളക്, ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു, ഒന്ന് മിക്സാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തട്ടി വേവിക്കും. അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ ഞാൻ തേങ്ങ അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള പച്ചമുളക് മാത്രം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ആ രീതിയിലുള്ള എളുപ്പത്തിലുള്ള ഒരു ഉപ്പേരി അത്ര. പിന്നെ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ്, എന്ത് ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലും നമുക്ക് വാങ്ങേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് നമ്മൾ കയ്യിലെടുക്കണം കേട്ടോ, എഴുതി വെക്കുകയും വേണം. ഇല്ലെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് പല സാധനങ്ങളും നമ്മൾ കാണും, പല സാധനങ്ങളും നമുക്ക് ആവശ്യമുണ്ടാവും. നമ്മൾ വേണ്ടതും വേണ്ടാത്തതും എല്ലാം എടുക്കും. എനിക്ക് തോന്നുന്നു ഒരു 1/4 ആളുകളെ അല്ലാതെ കറക്റ്റായിട്ട് എടുക്കുന്നവരുണ്ടാവുള്ളൂ. അല്ലാത്ത എല്ലാവരും വേണ്ടതും വേണ്ടാത്തതും എല്ലാം എടുത്തിട്ട് നമ്മൾ ആവുന്നതിൻ്റെ ഡബിൾ ബില്ലായിട്ട് കണ്ണ് തള്ളിയിട്ട് വരും ഷോപ്പിൽ നിന്ന്. പിന്നെ നമ്മൾ റിട്ടേൺ കൊടുക്കുകയില്ല, നമുക്ക് വാങ്ങേണ്ട അവസ്ഥയും വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ഒരു ലിസ്റ്റും കാര്യങ്ങളും, അതിൽ എത്ര തൂക്കം വേണം, എത്ര അളവ് വരെ എടുക്കണം എന്നുള്ളതും കൂടെ കറക്റ്റാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വെള്ളരിക്കൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ കുറഞ്ഞ അളവിൽ. ഇനി ഇതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. തേങ്ങ നല്ല ഫൈനായിട്ട്, കുറച്ച് തേങ്ങയുടെ ഒരു പിടി തേങ്ങ മതി, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് പച്ചക്കടുക് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. അരപ്പൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് പിന്നെ തിളക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
അപ്പോൾ ഇത് അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കട്ടി തൈരായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് നല്ല ഈസിയല്ല. ഞാൻ ഇങ്ങനെയാട്ടോ ഈ സദ്യയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് ഇങ്ങനെയാണ്. നമ്മൾ സാധാ കുക്കിങ്ങിൻ്റെ കൂടെ നമ്മളൊരു തോരനൊക്കെ എന്തായാലും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് അവിയൽ, ഈ ഇതുപോലെ പച്ചടി, കൂട്ടുകറി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി അതിങ്ങനെ ടേസ്റ്റാക്കി എടുക്കാൻ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തൈരൊക്കെ ആവശ്യത്തിനുള്ള തൈരൊക്കെ ഒഴിച്ചു. തൈര് അത്യാവശ്യം കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങേൻ്റെ അളവ് കുറച്ച് കുറക്കുകയും ചെയ്യുക കേട്ടോ. എന്നാലാണ് പച്ചടിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ നമ്മൾ വറവിലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വറവിലും 1-2 കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഏത് പച്ചടിയാണെങ്കിലും നല്ല ടേസ്റ്റ് ആവും കേട്ടോ. പറഞ്ഞുതരാം. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു കേട്ടോ. കാര്യം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഹീറ്റ് അതിൽ നിൽക്കും. അപ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓഫാക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുത്തു. ഇനിയിപ്പോൾ ഒന്ന് വറവിട്ടെടുക്കുക. കടുകും പിന്നെ കുറച്ച് തേങ്ങ ഞാൻ കാണിച്ചു തരാം. അത്രയും തേങ്ങ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഉണക്കമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് വറവിട്ടെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു വറവിൻ്റെ മിക്സ്. അതായത് തേങ്ങ ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്ന ആ ഒരു രീതിയിലാക്കിയെടുക്കണേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഞാൻ മുന്നേ പച്ചടിയൊക്കെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്, ഉണ്ടാക്കുമ്പോഴൊക്കെ കാണിച്ചിട്ടുണ്ട്. വറവ് വെച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെ കിട്ടിലും ടേസ്റ്റുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പച്ചടി ഉണ്ട്, വെള്ളരിക്ക പച്ചടി, നമ്മളെ ക്യാബേജ് തോരൻ, മീൻ പൊരിച്ചത്, കുറച്ച് പരിപ്പ് കറി, നമുക്ക് ലെഫ്റ്റ് ഓവർ വന്ന കറി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കറിയായിട്ട് എന്തെങ്കിലും മീൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതവിടെ ഇരുന്നിട്ട് പുതിയ കറിയാണ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി ഉണ്ടാക്കിയില്ല. പിന്നെ പച്ചടി കുറച്ച് കൂടുതൽ കൂടുതലൊക്കെ ഉണ്ടാക്കുന്ന ആകെ 2 പേരിലുള്ളൂ എന്നൊക്കെ ചോദിക്കും. നമ്മൾ രാത്രിയിലേക്ക് ചപ്പാത്തീൻ്റെ കൂടെ ഇതൊക്കെ തന്നെ എടുക്കും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ഉപ്പേരിയും അങ്ങനത്തെ ഒക്കെ കുറച്ച് കൂടുതൽ കഴിക്കുന്ന ആളുകൾ തന്നെയാണ് കേട്ടോ. കുറച്ചധികം കഴിക്കും. അത് രാത്രിയിലാണെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കും. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് കിച്ചൺ ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ പാത്രങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ കഴുകി മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുക. എന്നാൽ പിന്നെ നമ്മളെ കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിയും കേട്ടോ. ഞാൻ മുളക് എത്ര കിലോനാണ് പൊടിച്ചതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൊടിച്ചത് 6 കിലോനാണ് കേട്ടോ പൊടിച്ചത്. നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിച്ചാൽ മതി, ഒരു കംപ്ലൈൻറ്റും വരില്ല കേട്ടോ. പിന്നെ എനിക്ക് അച്ചാറിലേക്ക് അങ്ങനെയൊക്കെ ഞാൻ എടുക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം പൊടിച്ചിട്ടുള്ളത്. അത്രയും വേണ്ട ശരിക്കും. ഒരു 3 കിലോ 4 കിലോ ഒരു കൊല്ലം നല്ല കറക്റ്റായിട്ട് നമുക്ക് ഓടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എന്താ പറയുക, പൂത്തുപോവുക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നന്നായിട്ട് അടച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള ബോട്ടിൽ അടച്ച് വെച്ചാൽ മതി. നമ്മൾ അതിൽ നിന്ന് എടുക്കരുത്. അതിലങ്ങനെ അടച്ച് വെച്ചിട്ട് ചെറിയ ബോട്ടിലേക്ക് എടുത്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. ഇനിയിപ്പോൾ അതാ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണുള്ളത്. ഇത് വേറൊരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നെസ്റ്റോലോ ജാംജുമ്പിലോ ഒന്നുമല്ല, നമ്മളൊരു ഹോൾസെയിൽ ഷോപ്പിലാണ് കേട്ടോ. ഷാലിമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് റഫീഖ എപ്പോഴും ഇങ്ങനത്തെ ഗ്രോസറി ഐറ്റംസൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ വാങ്ങുക. ആദ്യം ഞാൻ പറയും എന്തിനാ അങ്ങനെ വാങ്ങുന്നത്, കാരണം നമുക്ക് ഈ ജാംജുമ്പിലൊക്കെ പോയിട്ട് വേണ്ടതും വേണ്ടാത്തതൊക്കെ എടുത്തിടണമല്ലോ. നെസ്റ്റോലോ എല്ലായിടത്തും ഒരു പേരെടുത്ത് പറയുന്നതല്ല, എല്ലാ ഷോപ്പിലും നമ്മൾ അങ്ങനെ തന്നെയല്ലേ. ട്രോളിങ് കൊണ്ട് പോയിട്ട് വെറുതെ ഇങ്ങനെ ഇടും ഓരോന്ന് വേണ്ടതും വേണ്ടാത്തതും. അപ്പോൾ അതാണ് ഇഷ്ടം. പക്ഷേ ഇങ്ങനെ നമ്മൾ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വാങ്ങാം. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്ക്, നിങ്ങളെ അവിടെയുള്ള ഹോൾസെയിൽ ഷോപ്പിൽ നിങ്ങൾ പോയിട്ട് ഇതുപോലെ സാധനം വാങ്ങിച്ച് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മളെ ബിരിയാണി അതായത് ബിരിയാണിയിലേക്കുള്ള ഗരം മസാലയൊക്കെ ഉള്ള ഐറ്റംസാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മളിത് റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം 10 ഗ്രാം വീതം ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ജാതിപത്രി, ജാതിക്ക എല്ലാം. ജാതിക്ക 10 ഗ്രാമിലേക്ക് എല്ലാം 10 ഗ്രാം എടുക്കുമ്പോൾ ജാതിക്ക നമ്മൾ എടുക്കേണ്ടത് 1. അതായത് 5 ഗ്രാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1 എടുത്തോ, 10 ഗ്രാം എടുക്കുകയാണെങ്കിലും 1 തന്നെ മതി കേട്ടോ. അതിൽ കൂടുതൽ എടുക്കരുത്. അത് കൂടുതലായി കഴിഞ്ഞാൽ ഒരു ജാതി ഫ്ലേവർ വരും കേട്ടോ, ഒരു കുത്തുന്ന ഫ്ലേവർ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. എല്ലാം നമ്മളതിലേക്ക് ഇടുന്ന എല്ലാ ഐറ്റംസ്, കുരുമുളകൊന്നും ഇടേണ്ട കാര്യമില്ല. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, തക്കോലം, ജാതിപത്രി, ജാതിക്ക, സാജീരകം, വലിയ ജീരകം, ഇത്ര ഐറ്റംസാണ് നമ്മൾ ബിരിയാണിയിലേക്ക് മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുക്കുക. ഒരു ജാതിക്ക എടുക്കുക, അത് കൂടി പോണ്ട.
അപ്പോൾ അത് നമ്മൾ പൊടിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വാങ്ങുന്നത് ഇങ്ങനെ കടയിൽ നിന്ന് നിങ്ങളിങ്ങനെ തൂക്കി അവരോട് പറഞ്ഞാൽ മതി. ഇതിപ്പോൾ റഫീക്ക് എടുത്തു എന്നേ ഉള്ളൂ, നമ്മൾ പരിചയമുള്ള നമ്മളെല്ലാവരെയും അറിയുന്ന കടയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തന്നെ കയറി എടുക്കുന്നത്. ബാക്കി അവരൊക്കെ എടുക്കുന്നുമുണ്ട്. പിന്നെ നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി എല്ലാ ഐറ്റംസും 10 ഗ്രാം വീതം, അല്ലെങ്കിൽ 10 ഗ്രാം നന്നായിട്ടുണ്ടാവുക, 5 ഗ്രാം വീതം എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് തൂക്കി എടുത്തു തരും കേട്ടോ. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ ഈത്തപ്പഴം കഴിച്ചു നോക്കല കേട്ടോ. ഈത്തപ്പഴം നമ്മൾ നല്ലത് നോക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതിലിതാ ഞാനിപ്പോൾ ഈ കാണിച്ചതൊക്കെ ഈത്തപ്പഴത്തിൻ്റെ വെറൈറ്റീസ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഒരു സാത്തർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡേറ്റ്സ് ആണ് കേട്ടോ. അടിപൊളി. പിന്നെ ഇതാ ഇത് ഞാൻ ഈ കാണിക്കുന്നതുമില്ലേ, ഇതും നല്ലതാണ്. എന്താ സഫാവി, അതാണ് പ്രീമിയം ക്വാളിറ്റിയാണ്. നല്ല ഇങ്ങനെ കാമ്പുള്ള നല്ലുണ്ട്. പക്ഷേ എനിക്കൊന്നും കൂടെ ഇഷ്ടമായത് സാത്തർ എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് കേട്ടോ. ഞാൻ സത്താർ എന്ന് പറഞ്ഞു, അതിനവരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അത് സാത്തർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡേറ്റ്സ് ആണ്. സൂപ്പറാണ് കേട്ടോ. ഉള്ളു അതാ നിങ്ങൾക്ക് ഞാൻ കാണിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല, ഉള്ളു നല്ല സോഫ്റ്റാണ് ഇങ്ങനെ അലിഞ്ഞിട്ട്. പക്ഷെ പുറം നല്ല ഇച്ചിരി അങ്ങനെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അരിഞ്ഞ എണ്ണ പോലെ അങ്ങനത്തെ എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ നല്ലത് നോക്കിയെടുക്കലാണ്. അപ്പോൾ അതൊക്കെ എടുത്തു, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇത് നമ്മൾ വേറൊരു ദിവസം വെജിറ്റബിൾസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ജാംജൂമിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നും ജാംജൂമിലൊക്കെ ഇപ്പോൾ നല്ല ഓഫർ നടക്കുന്നുണ്ട്. വെജിറ്റബിൾസ് കേട്ടോ, വേറെ ഉള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും വേറെ ആവശ്യത്തിന് പോയതാ. അങ്ങനെ പിന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ജംഷിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, റോഫ്ഖാൻ്റെ ഫാമിലി. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയതാ. അപ്പോൾ ഇങ്ങനെ ഓഫർ കണ്ടേരം നിങ്ങൾക്ക് കാണാൻ പറ്റും, മേലെ റേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നിൻ്റെയും റേറ്റ് കണ്ടപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ കിലോ 12 രൂപയാട്ടോ. അപ്പോൾ അങ്ങനെ എത്രയും വേണമെങ്കിൽ നമുക്ക് എത്ര കിലോ വേണമെങ്കിലും എടുക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ എന്തായാലും ആവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കുകയാണ്. തക്കാളി, ബീറ്റ്റൂട്ട്, പിന്നെ എനിക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങ വേണം. അങ്ങനത്തെ ഓരോരോ ഐറ്റംസ് കേട്ടോ. വെജിറ്റബിൾസ് പിന്നെ നിങ്ങൾ ചിലർ കുക്ക് ചെയ്യില്ല നോമ്പിന്, ഫുൾ വെജിറ്റബിൾസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളങ്ങനെയല്ല, നമ്മൾ ഇനിയിപ്പോൾ കഞ്ഞി കഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു തോരൻ ഉണ്ടാക്കും. ഇനിയിപ്പോൾ ചോറ് കഴിക്കുകയാണെങ്കിലും ചിലപ്പം കഴിക്കും, ചിലപ്പം കഴിക്കില്ല. കഴിക്കുകയാണെങ്കിൽ അതിനൊരു ഉപ്പേരി ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ അല്ല പിന്നെ ഞാൻ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അതൊക്കെ വെച്ചിട്ട് സാലഡായിട്ടും ഉണ്ടാക്കലുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങുക. അല്ലാതെ നമ്മൾ കുറേ വേണ്ടതും വേണ്ടാത്തതൊക്കെ വാങ്ങിയിട്ട് വെറുതെ റമദാനിൽ നമുക്ക് ചീഞ്ഞു പോകും, യൂസ്ഫുൾ ആവില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്താണോ കഴിക്കുന്നത് കൂടുതൽ നമുക്ക് എന്താണോ ആവശ്യം അങ്ങനത്തെ നോക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി. ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ കടല കുറച്ച്, പിന്നെ ഗ്രീൻ പീസ്, ചെറുപയർ, ഉഴുന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വാങ്ങിക്കാണ്ടിരുന്നത്. അപ്പോൾ കയ്യിലില്ലാത്തത് കുറച്ച് കടല ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കുറച്ച് ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ സാധാ കടല അത് കുറച്ചുകൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മളെ കയ്യിൽ എന്തൊക്കെ ഉള്ളതും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഇനി ഇത് മറ്റേ ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ, ചില്ലി ഫ്ലേക്സ് അതാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് വേറെ ബോട്ടിലേക്ക് ഇട്ട് വെക്കണം. തൽക്കാലം ഞാനിതിൽ ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. സാധനങ്ങളൊന്ന് എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ പുളി ചെറിയൊരു ക്വാണ്ടിറ്റി പുളി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മളെ ഗരം മസാല പൊടിക്കാനുള്ള ഐറ്റംസൊക്കെ വാങ്ങിയില്ല, അതിൽ എക്സ്ട്രാ ഞാൻ കുറച്ച് ഗ്രാമ്പു വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് ഗ്രാമ്പു തീർന്നിട്ടുണ്ടായിരുന്നു. ഏലക്കൊക്കെ ഉണ്ട്, ഏലക്ക, പട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഗ്രാമ്പു ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. വേറെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഞാൻ വേറെ തന്നെയാണ് വെക്കുന്നത്. കാര്യം നമ്മളെ അങ്ങനത്തെ മറ്റേ ഐറ്റംസിലേക്കൊക്കെ ആ ഒരു ഫ്ലേവർ പെട്ടെന്ന് ഏലക്കാക്ക അതിൻ്റെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറെ ഇട്ട് കൊടുത്തേ. ഇനിയിപ്പോൾ നമ്മളെ റവയൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, ഒരു 250 ഒക്കെ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ 500 എടുത്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. നമ്മൾ തരി കാച്ചാനല്ലേ ഇത് യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നിനും വേണ്ടല്ലോ. അപ്പോൾ അതൊരു 250 മതിയാവും. അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം കേട്ടോ. ഈ ഒരു യെല്ലോ കണ്ടെയ്നറിലെ ഇത് ഞാൻ ജാംജൂമിന് മുന്നേ വാങ്ങിയതാട്ടോ. അപ്പോൾ ഇതിൽ ആണ് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഓട്സ് നമുക്ക് കാച്ചാൻ വേണ്ടിയിട്ട് വേണമെന്ന്, ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്സ് ഓൾറെഡി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. കുറച്ചുകൂടെ ഉണ്ട്, ഇതും ഓട്സ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങാണ്ടിരുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഓട്സ് വാങ്ങാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരേ ഇപ്പോൾ തരിയാച്ചിൽ നമ്മൾ ഇപ്പോൾ ചൂടാവുമ്പോൾ കുറവായിരിക്കും, എന്നാലും ഒരു പൂതി വരുമല്ലോ, ഒരു ആഗ്രഹം വരുമല്ലോ, അപ്പോൾ കാച്ചും. പിന്നെ കൂവപ്പൊടിയില്ലേ, അത് കാച്ചും. റാഗി ഇങ്ങനെ മാറിയിട്ടാ. അപ്പോൾ ഒന്ന് തന്നെ ആകുമ്പോൾ ഒരു മടുപ്പല്ലേ.
പിന്നെ ഇതാ മൈദ ഒരു 2 കിലോ. നമ്മൾ എപ്പോഴും മൈദ അങ്ങനെ യൂസ് ആക്കാറില്ല, പക്ഷേ എന്തായാലും റമദാനൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഒരു 2 കിലോനൊക്കെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ബാക്കി നമ്മൾ നോമ്പ് തുറ കാര്യങ്ങൾക്കൊക്കെ ഇതിൽ നോക്കിയിട്ട് ഇനി എക്സ്ട്രാ വാങ്ങേണ്ട കാര്യങ്ങൾക്ക് പിന്നീട് വാങ്ങിയാൽ മതി കേട്ടോ. അത് നമ്മളിപ്പോൾ തന്നെ വാങ്ങി വെക്കേണ്ട കാര്യമില്ല. ഇനി എനിക്ക് ചെയ്യേണ്ടത് പച്ചരിയാണ് കേട്ടോ. പച്ചരിയും പിന്നെ നമ്മൾ ഒറോട്ടിക്കുള്ള അരിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഒറോട്ടിക്കുള്ള അരിയും ഞാൻ പൊടിപ്പിക്കേണ്ട അരി വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചരിയും ഞാൻ പൊടിപ്പിക്കുന്നത് കാണിച്ചു തരാം, പത്തിരിക്കുള്ള പൊടി. പിന്നെ കടലപ്പൊടി ഞാൻ ചെറിയ അളവ് ഒരു 1/2 കിലോ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അത്രയൊന്നും കടലപ്പൊടി നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പക്കവട അങ്ങനത്തെ ഒക്കെ ഞാൻ ഉണ്ടാക്കില്ല, ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ വാങ്ങാം കേട്ടോ. കടലപ്പൊടി പെട്ടെന്ന് നാശമാവും, പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കണം. പിന്നെ ഫ്രിഡ്ജിൽ എനിക്ക് അല്ലാത്തത് തന്നെ ഉണ്ടാകും, അപ്പോൾ പിന്നെ അതിനുള്ളൊരു സ്പേസ് ഞാൻ കളയലില്ല അങ്ങനെ. അപ്പോൾ പിന്നെ കുറച്ച് അങ്ങനെ വാങ്ങുകയാണ് ചെയ്യുക. ഒരുപാട് 1 കിലോ 2 കിലോ അങ്ങനെയൊന്നും വാങ്ങി വെക്കലില്ല കേട്ടോ, അത്ര യൂസും ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ അതാ നമ്മൾ ഡേറ്റ്സ് നമ്മളൊരു ബോക്സ് തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നീട് ഒന്ന് റെഡിയാക്കി വെക്കണം. തൽക്കാലം ഞാൻ ആ കണ്ടെയ്നറിൽ ഇട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് റെഡ് ചില്ലി സോസാണ് കേട്ടോ. പിന്നെ ഉള്ളികൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തൊലി കളഞ്ഞ് നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കൂലേ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാനും തൊലി കളഞ്ഞ് വെക്കാനും ഒക്കെയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അതിന് കണക്കാക്കിയിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഗീ റൈസിൻ്റെ അരി, അതുപോലെ തന്നെ മന്തി പച്ചരി. ഇത് പച്ചരി 10 കിലോ വാങ്ങിയതാണ് കേട്ടോ, നമുക്ക് പത്തിരിപ്പൊടിക്ക് വേണ്ടിയിട്ട്. പിന്നെ 2 കിലോ മന്തി അരി 2 കിലോ. പിന്നെ ഇത് കുറച്ച് നട്ട്സ് കാര്യങ്ങളൊക്കെയാണ്, കാഷ്യൂനട്ട്, ബദാം, പിസ്ത, അതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ നമ്മൾ റമദാനിൻ്റെ വ്ളോഗിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മൾക്ക് റമദാൻ മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനും ഒക്കെ നല്ല ഒരുപാട് ഇങ്ങനെ ടയേർഡ് ആവാതെ നമ്മൾ അതിനുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള ഒരുപാട് കഴിക്കുന്നത് നല്ലത് കഴിച്ചിട്ടുള്ളൊരു നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഒറോട്ടിക്കുള്ള അരിയാണ് കേട്ടോ. അത് രണ്ടും നെക്സ്റ്റ് വീഡിയോ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതും ഒരു ഡേറ്റ്സ് ആണ്. അങ്ങനെ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ഓരോന്ന് അറേഞ്ച് ചെയ്ത് ഒക്കെ എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഗ്രോസറി, അതുപോലെ തന്നെ വെജിറ്റബിൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.